സന്നിധിയിൽ ശാന്തമായിട്ട് നിരുന്നേ, ശാന്തമായിട്ടിരിക്കുക. കരങ്ങൾ രണ്ടും മടിയിൽ യാചന രൂപത്തിൽ തുറന്നു വയ്ക്കാം. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് മുട്ടുകുത്തി നിന്ന് തന്നെ പ്രാർത്ഥിക്കാനൊക്കെ ഒരു പ്രചോദനം കിട്ടുകയാണെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കാം. ഈശോ എന്ന് നോക്കണമെങ്കിൽ ഈ സമയം നോക്കി പ്രാർത്ഥിക്കില്ലെങ്കിൽ തൊട്ടടുത്ത് ഈശോ വന്ന് നിൽക്കുന്നു എന്നുള്ളൊരു ബോധ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ഇല്ല, ഈശോയുടെ കരങ്ങളിൽ കൊടുക്കുക. രാത്രിയിൽ നമുക്ക് വേണ്ടി ഉണർന്നിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. പൗലോസ്ലീഹയുടെ ജീവിതത്തോട് ചേർത്ത് ചിന്തിക്കുകയായിരുന്നു. കർത്താവ് മാറ്റി നിർത്തിയ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പൗലോസ്ലീഹ ഇറങ്ങിയപ്പോൾ ഒരുപാട് കയ്യടികളെല്ലാം കിട്ടിയത്. ഈശോയെ വിശ്വസിച്ചിറങ്ങിയ ഒരു ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടായി. ഒരു സ്ഥലത്ത് കയ്യടി കിട്ടുമ്പോൾ അതേ സ്ഥലത്ത് വെച്ച് തന്നെ തിരസ്കാരങ്ങളുണ്ടായി. നമ്മുടെ ജീവിതമൊക്കെ ഈശോയുടെ കരങ്ങളിൽ കൊടുക്കുക. ചില സ്ഥലങ്ങളിലൊക്കെ ചില വ്യക്തികളിൽ നിന്നൊക്കെ ഒത്തിരി സ്നേഹം കിട്ടി, ഒത്തിരി പരിഗണന കിട്ടി. പക്ഷെ ഒരിക്കൽ സ്നേഹിച്ചവർ, ഒരിക്കൽ വിശ്വസിച്ചവർ, ഒരിക്കൽ പരിഗണിച്ചവർ, ഒരിക്കൽ എന്നും കൂടെ കാണുമെന്ന് പറഞ്ഞ അതേ മനുഷ്യർ തന്നെ ചിലപ്പോൾ നമുക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ നാശം ആഗ്രഹിച്ചിട്ടുണ്ടാകും. അറിഞ്ഞോ അറിയാതെയോ നമ്മളെ വലിയൊരു പട്ടുകുഴിയിലേക്കിട്ട് നമ്മളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ എന്താണെന്നൊന്നും ചിന്തിക്കുക പോലും ചെയ്യാതെ ഇപ്പം മാറി നിൽക്കുന്നുണ്ടാകും. നിങ്ങൾ അവരുടെ ജീവിതത്തേക്ക് നോക്കുമ്പോൾ അവരിപ്പോഴും സന്തോഷത്തിലാണ്, ചിരിച്ചും കളിച്ചുമൊക്കെ നടക്കുന്നു. എനിക്കെതിരെ ദുരാലോചന നടത്തിയവർ, എന്നെ വീഴ്ത്താൻ ശ്രമിച്ചവർ, അവർക്ക് കുഴപ്പമില്ല. ഞാൻ മാത്രം ഇങ്ങനെ ഒരു പടുകുഴിയിൽ ചതിക്കപ്പെട്ട്, ഒറ്റപ്പെട്ട്, മുറിയപ്പെട്ട്, ഒരു കടുത്ത ഇരുട്ടിൽ, നിരാശയിൽ, ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആർക്കും നികത്താൻ പറ്റാത്തൊരു ശൂന്യതയിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയായിരിക്കും. എൻ്റെ അവസ്ഥ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. പൗലോസ്ലീഹയോട് ചേർന്ന് ഇവിടുന്നെല്ലാം ഇട്ടെറിഞ്ഞ് പോകാൻ തോന്നുന്നുണ്ട്. കാൽച്ചോട്ടിലെ മണ്ണൊക്കെ തട്ടിക്കളഞ്ഞ് എന്നെ പരിഗണിക്കാത്തവരെ എനിക്കും വേണ്ട എന്ന് പറഞ്ഞ് ഈ കൂട്ട് അവസാനിപ്പിച്ച്, ഈ ബന്ധം അവസാനിപ്പിച്ച്, ഇതൊന്ന് മുറിച്ച് കളഞ്ഞ് ദൂരേക്ക് എറിഞ്ഞ് ഓടാൻ തോന്നുന്നുണ്ട്. ഓടുന്നുണ്ടെങ്കിൽ അത് ഈശോയോടൊപ്പം, ഓടുന്നുണ്ടെങ്കിൽ അത് ഈശോയോടൊപ്പം. അന്ത്യോക്യയിലുണ്ടായ തിരസ്കാരങ്ങളിൽ നിന്ന് പൗലോസ്ലീഹ ഓടി ഈശോയോട് കൂടെ ഇക്കോണിയത്തിലേക്ക്. അവിടെ പിടിച്ചു നിന്നു. ഒറ്റ ബോധ്യമായിരുന്നു, ഞാൻ ഓടിയപ്പോൾ എൻ്റെ കൂടെ നിന്ന ദൈവം ഞാനിവിടെ നിൽക്കണമെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുമെന്ന്. ഇട്ടെറിഞ്ഞു പോകാൻ പല സ്ഥലങ്ങളിൽ നിന്ന് തോന്നിയിട്ടുണ്ടാകും. ഇപ്പം പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഒറ്റ ഉറപ്പാണ്, പിടിച്ചു നിൽക്കുന്നത് സാഹചര്യങ്ങളെയല്ല, പിടിച്ചു നിൽക്കുന്നത് നമുക്കെന്ന് കേൾക്കുന്ന വാക്കുകളെയല്ല, കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ള ബോധമല്ല. പിടിച്ചു നിൽക്കുന്ന ഈശോയെ മാത്രമാണ്. ഈ സഹനത്തിൽ, ഈ വെല്ലുവിളികളിൽ, തിരസ്കാരങ്ങളിൽ, ഈ ശാപവാക്കുകൾ പറയുന്നവരുടെ ഇടയിൽ, എന്നെ മാറ്റി നിർത്തിയവരുടെ ഇടയിൽ ഞാൻ ഈ പിടിച്ചു നിൽക്കുന്നത് ഈശോയെ മാത്രമാണ്. അവിടെ വെച്ചും സങ്കടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യം അനുഭവിച്ചറിയുമ്പോഴും വീണ്ടും മാനുഷികമായ സഹനങ്ങൾ, വേദനകളൊക്കെ ഉണ്ട്. ഇപ്പം അങ്ങനെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈശോയ്ക്ക് കൊടുക്കുക. കർത്താവേ, ഇത്രയധികം ആരാധനകൾ അർപ്പിച്ച്, ഇത്രയധികം വചനം പഠിച്ച് പറഞ്ഞിട്ടും എൻ്റെ സഹനങ്ങളൊന്നും മാറുന്നില്ലല്ലോ, എൻ്റെ രോഗങ്ങൾ മാറുന്നില്ലല്ലോ, എൻ്റെ വേദനകൾ മാറുന്നില്ലല്ലോ. ഇന്ന് രാത്രിയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചങ്ക് നീറുന്ന വേദനകളുണ്ട്, ഹൃദയത്തെ പിളർത്തുന്ന സങ്കടങ്ങളുണ്ട്, ശ്വാസം നിലച്ചു പോകുന്ന ഓർമ്മകളുണ്ട്, ഹൃദയത്തിൻ്റെ താളം മാറ്റിമറിക്കുന്ന അനുഭവങ്ങളുണ്ട്. എല്ലാം അങ്ങയുടെ കാൽച്ചോട്ടിലേക്ക് തരികയാണ്. ഈ ആരാധനയിൽ അൽത്താരയുടെ മുൻപിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ നിയോഗങ്ങൾ, നിങ്ങൾ ഓരോരുത്തരും മനസ്സിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചുള്ള എല്ലാവരെയും കടന്നു പോകുന്ന സഹനങ്ങളോട് ചേർത്ത് അങ്ങേക്ക് തരിക. പിടിച്ചു നിൽക്കാൻ കർത്താവെ പറ്റുന്നില്ലാത്ത രാത്രികൾ, ഉറക്കം കിട്ടാത്ത രാത്രികൾ, പ്രതീക്ഷയില്ലാത്ത പകലുകൾ, എല്ലാം അവസാനിപ്പിക്കാമെന്ന് തോന്നിപ്പോകുന്ന സമയങ്ങൾ, അങ്ങനെ സ്വന്തമാക്കി, അങ്ങനെ സ്വന്തമായി കണക്കാക്കിയെന്ന് അറിയുന്നതിനാൽ ഞാൻ മുമ്പോട്ട് പോവാണ്. ഈശോടത് പറ, ഞാൻ തോറ്റുകൊടുക്കില്ലെന്ന്, ഞാൻ ഇട്ടേച്ചു പോകില്ലെന്ന് പറ. ഈ സഹനത്തിൽ ഞാൻ നിന്നോളാന്ന് പറ. നീ അവിടെ നിന്നത്, നിന്നെ അവിടെ നിർത്തിയത് ഈശോയാണെന്ന് നിന്നെ മാറ്റി നിർത്തിയവിടെ മുമ്പിൽ ഈശോ കാണിച്ചു കൊടുക്കും. അസാമാന്യമായൊരു വിശ്വാസം ആവശ്യമാണ്. ഈശോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുക. എന്തൊക്കെ തകർന്നു വീണാലും, കാൽച്ചോട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോയാലും, സ്വപ്നങ്ങൾ കൺമുമ്പിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണാലും, സങ്കടങ്ങളും രോഗങ്ങളും ഒരു തിരമാല പോലെ എന്നെ വിഴുങ്ങാൻ ശ്രമിച്ചാലും, തടസ്സങ്ങൾ ഒന്നു മാറി അടുത്തൊന്നൊരു പർവ്വതം പോലെ മുമ്പിൽ വന്നു നിന്നാലും എൻ്റെ വിശ്വാസം ക്ഷയിക്കില്ല. ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു എന്ന് പറയും.
എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മക്കൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാത്ത എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, മാനസാന്തരത്തിൻ്റെ വഴിയിലേക്ക് വന്നിട്ടില്ലാത്ത എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയെ പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ലിസ്ത്രായിൽ വെച്ച് ഒത്തിരി സഹനങ്ങൾ പൗലോസ് ഏൽക്കേണ്ടി വരുന്നുണ്ട്. എവിടെയെങ്കിലും വെച്ച് ഈശോയെ സ്നേഹിച്ചതിൻ്റെ പേരിൽ, വചനം പറഞ്ഞതിൻ്റെ പേരിൽ, പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ, പള്ളിയിൽ പോകുന്നതിൻ്റെ പേരിൽ, പ്രാർത്ഥനാ കൂട്ടായ്മകളോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ പേരിലൊക്കെ കളിയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ കളിയാക്കപ്പെട്ടത് ഈശോയുടെ നാമത്തിലാണ്. ലോകത്തോട് പറയണം, നിങ്ങൾ ബുദ്ധിമാന്മാരാണ്, ഞങ്ങൾ ഭോഷന്മാരാണ്. ക്രിസ്തുവിൻ്റെ പേരിൽ ഞങ്ങൾ മണ്ടന്മാരാകുന്നു, ഞങ്ങൾ വിഡ്ഢികളാവുന്നു. സ്വർഗത്തിൽ ഞങ്ങളുടെ പേരെഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ തോറ്റു കൊടുക്കില്ലെന്ന് പറ. ഈ പ്രാർത്ഥിക്കുന്നതിൻ്റെ പേരിൽ കളിയാക്കപ്പെട്ടാലും മാറ്റി നിർത്തപ്പെട്ടാലും ഞങ്ങൾ തോറ്റു കൊടുക്കില്ല എന്ന് ഈശോട് പറ. നീ അവിടെ നിന്നത് നല്ലതാണെന്ന് ഈശോ പ്രഖ്യാപിക്കും. നീ സഹിച്ച ഇടങ്ങളിൽ പോയി സുവിശേഷം പറയാൻ ഈശോ വഴിയൊരുക്കും. നിന്നെ വേദനിപ്പിച്ചവരുടെ മുമ്പിൽ വചനം പറയാൻ, നിന്നെ വേദനിപ്പിച്ചവരുടെ മുമ്പിൽ, കളിയാക്കവരുടെ മുമ്പിൽ സാക്ഷ്യമായിട്ട് നിൽക്കാൻ ഈശോ നിന്നെ അവിടെ കൊണ്ടു നിർത്തും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട് കിട്ടിയിട്ടില്ലാത്ത കാര്യത്തിന് വേണ്ടി ആത്മീയമാവട്ടെ ഭൗതികമാവട്ടെ എല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. ഇവിടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെ ഈശോയുടെ കരങ്ങൾ കൊടുക്കുക. ജീവിത പങ്കാളിയെ, മക്കളെ, മാതാപിതാക്കളെ, ഇവിടെ കുടുംബത്തിലെ അവസ്ഥകളെല്ലാം ഈശോ കൊടുക്കുക. ദൂരദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ, ഇവിടെ നിങ്ങളുടെ ബന്ധുജനങ്ങൾ, ഇവിടെ കുടുംബാംഗങ്ങൾ, പഠനത്തിനും ജോലിക്കും ഒക്കെ ആയിട്ട് ദൂരെ ആയിരിക്കുന്നവർ എല്ലാവരും ഈശോയുടെ കരങ്ങൾ കൊടുക്കുക. ചില ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടു പോയവരെ, ചില തെറ്റായ ബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ, വലിയ പാപത്തിൻ്റെ പടുകുഴിയിൽ കിടന്ന് നിരങ്ങുന്നവരെ, പള്ളിയിൽ നിന്ന്, സഭയിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് മാറി നിൽക്കുന്ന എല്ലാവരും ഈശോയുടെ കരങ്ങളെ കൊടുത്ത്. ഒരുപാട് രോഗപീഠകളാൽ ക്ലേശിക്കുന്ന നിങ്ങളുടെ ശരീരത്തെ ഈശോ കൊടുക്കുക. പ്രായാധിക്യം മൂലം, രോഗം മൂലം നിങ്ങളുടെ ഭവനങ്ങളിലോ ആശുപത്രികളിലോ ക്ലേശിക്കുന്നവരെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. നിങ്ങളുടെ വിവാഹ ജീവിതത്തെ ഈശോയ്ക്ക് കൊടുക്കുക. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ ഈശോയ്ക്ക് കൊടുത്ത്. ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന ചില അവസ്ഥകൾ, പിണക്കങ്ങളെ, രണ്ട് മുറികളിൽ കിടക്കുന്ന അവസ്ഥകൾ, ദിവസങ്ങളായി, മാസങ്ങളായി, വർഷങ്ങളായിട്ട് പരസ്പരം ഒന്ന് മുഖത്തോടും മുഖം നോക്കി ഒന്ന് സംസാരിച്ചിട്ട് നാളുകളായിട്ടുള്ള ആ അവസ്ഥ ഈശോയുടെ കരങ്ങളെ കൊടുക്കുക. സംശയിക്കുന്ന ആ ജീവിത പങ്കാളിയും, ഉപദ്രവിക്കുന്ന ആ ജീവിത പങ്കാളിയും ഈശോ കൊടുക്കുക. വഴിതെറ്റിപ്പോയ മക്കളെ ഈശോ കൊടുക്കുക. ഒട്ടും സ്നേഹം തരാത്ത മാതാപിതാക്കളെ ഈശോ കൊടുക്കുക. ചതിച്ച് മാറി നിന്ന ആ കൂട്ടുകാരിയെ ഈശോ കൊടുക്കുക. നിന്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ വലിയൊരു മുറിവ് തന്ന ആ സ്നേഹിതയെ ഈശോയുടെ കരങ്ങളിൽ കൊടുക്കുക. അവർ തന്ന മുറിവുകളെ, ഓർമ്മകളെ ഈശോ കൊടുക്കുക. അപ്പാ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ആശ്രയിക്കാൻ മറ്റാരുമില്ല, ഇതൊന്നും പറയാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല, ഇവിടെ കേട്ടിരിക്കാൻ മറ്റാരുമില്ല. ഇവിടെ ഭവനത്തിൻ്റെ അവസ്ഥകൾ, കടബാധ്യതകൾ, സ്വന്തമായിട്ട് ഭവനമില്ലാത്ത അവസ്ഥകൾ, ഈശോയെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെല്ലാം അങ്ങേക്ക് തരിക. വിവാഹം നടക്കാത്ത ചെറുപ്പക്കാരെ തരിക. ജോലിയില്ലാത്തവരെ, ജോലി നഷ്ടപ്പെട്ടു പോയവരെ, ലഭിച്ച ജോലിക്ക് വേണ്ടത്ര സാലറി ഇല്ലാത്തവരെ, പുറനാടുകളിൽ ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരെ, പഠിക്കാൻ ബുദ്ധിമുട്ടുന്നവരെ, നിങ്ങളുടെ ഈ കൂട്ടായ്മയിലെല്ലാം വിദ്യാർത്ഥിനികളെ, യുവജനങ്ങളെ, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവരെ, പഠന വൈകല്യമുള്ളവരെ, വലിയ കടബാധ്യതകളിലൂടെ കടന്നു പോകുന്നവരെ, പഠനം ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയവരെ, ജീവിതത്തിൽ ഒരു അർത്ഥം പിടികിട്ടാതെ സങ്കടപ്പെടുന്നവരെ ഈശോ രാത്രി തരിക. ഞങ്ങളുടെ കൃപ മുഴുവനായും ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക്, ഞങ്ങളുടെ ഈ കൃതജ്ഞതയിലേക്ക് അങ്ങ് തരണമേ. ഈശോ, ഞങ്ങളുടെ ആശീർവാദം ഞങ്ങൾ ഈ സമയം സ്വീകരിച്ച് ഈ രാത്രിയിൽ വീണ്ടും നിങ്ങളുടെ മുമ്പിലിരിക്കുമ്പോൾ ഈ രാത്രി ഏറ്റവും ഉണർവോടുകൂടി അങ്ങ് ആരാധിക്കാനുള്ള കൃപ ഈ ആശീർവാദത്തിലൂടെ അങ്ങേക്ക് തരണമേ. സാധിക്കുന്നവരൊന്ന് മുട്ടിന്മേലായിരിക്കാമോ? നമ്മളൊന്ന് ആശീർവാദം സ്വീകരിച്ചതിന് ശേഷം വീണ്ടും ആരാധന വ്യക്തിപരമായിട്ട് തുടരുകയാണ്, കൂട്ടായ്മയായിട്ടൊക്കെ തുടരുകയാണ്. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുകയും ഈ ഒരു അനുഗ്രഹത്തിൻ്റെ മണിക്കൂറിൽ ഈ രാത്രിയുടെ മറ്റൊരു യാമത്തിലേക്ക് നമ്മൾ കടക്കുന്നു. വലിയൊരു അഭിഷേകത്തിലേക്ക് ഈ രാത്രി കർത്താവ് നയിക്കട്ടെ. നിനക്ക് വേണ്ടി ഉണർന്നിട്ട് നിൽക്കുന്ന കർത്താവ് ഈ സമയം നിന്നെ അനുഗ്രഹിക്കുക. പരിശുദ്ധ ശരീരത്താൽ, വിലയേറിയ തിരു രക്തത്താൽ പാപത്തിൻ്റെ എല്ലാ കറകളിൽ നിന്ന് മാത്രമല്ല, ഇവിടെ സങ്കടങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നൊക്കെ നിങ്ങളെ മോചിപ്പിക്കുന്ന കർത്താവിൻ്റെ കൃപയും ആശീർവാദവും ഈ സമയം സ്നേഹത്തോടെ സ്വീകരിക്കുക. കരങ്ങൾ കൂപ്പിപ്പിടിക്കുക. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി
എല്ലാവരും ശ്രമിച്ചു പ്രാർത്ഥിക്കട്ടെ. ഈശോയെ കുറിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ നിങ്ങളെ അനുഗ്രഹിക്കണമേ. അവർക്ക് കടന്നു പോകുന്നു. ഈശോയെ നിങ്ങളെ അനുഗ്രഹിക്കണമേ. വിളിച്ച് പ്രാർത്ഥിക്കട്ടെ.